Hi all, welcome to Tech Malayalam. ഇന്ന് ഞാൻ ഒരു നല്ല ഇൻഫർമേഷൻ ആയാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ സിസ്റ്റം വരാൻ പോവുകയാണ്. ഇനി മുതൽ നിങ്ങൾക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഒരേ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ മതി. മുൻപായിരുന്നെങ്കിൽ നമ്മൾ ഒരുപാട് നമ്പറിലേക്ക്, അതായത് പോലീസിനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 100ലേക്ക് വിളിക്കും. അതേപോലെ ആംബുലൻസ്, ഫയർഫോഴ്സ്, ഇതൊക്കെ നമ്മൾ ഓരോ നമ്പറിലേക്കായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. സോ ഇനി അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരൊറ്റ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ആ നമ്പറാണ് 112. ഈ 112 എന്നുള്ള ഈ ഒരു എമർജൻസി നമ്പർ പ്രവർത്തിക്കുന്നത് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ അണ്ടറിലാണ്. ഈ ഒരു സിസ്റ്റം കഴിഞ്ഞ വർഷം ഓൾറെഡി ഹിമാചൽ പ്രദേശിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മാസം 19, അതായത് നാളെ മുതൽ മറ്റ് 14 സംസ്ഥാനങ്ങളിൽ കൂടി ഈ ഒരു സേവനം ആരംഭിക്കാൻ പോവുകയാണ്. അതിൽ നമ്മുടെ കേരളമുണ്ട്. ഇനി മുതൽ പല ഹെൽപ്പ് ലൈൻ നമ്പേഴ്സും നിങ്ങൾ ഓർത്ത് വെക്കുന്നതിന് പകരം ഈ ഒരൊറ്റ നമ്പർ, അതായത് 112 എന്ന നമ്പർ മാത്രം ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് എന്ത് എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഈ ഒരു നമ്പർ എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് വെച്ചാൽ ഓരോ സ്റ്റേറ്റിലും എമർജൻസി റെസ്പോൺസ് സെൻറ്റർ ഉണ്ടായിരിക്കും. സോ നമ്മൾ ഈ 112ലേക്ക് വിളിക്കുന്ന കോൾ ആദ്യം കണക്ട് ആവുക ഈ ഒരു എമർജൻസി റെസ്പോൺസ് സെൻറ്ററിലേക്കായിരിക്കും. അവിടെ നിന്നാണ് മറ്റു പല ഡിവിഷനിലേക്കും കോൾ കണക്ട് ആവുന്നത്. അതായത് ഇപ്പോൾ പോലീസിലേക്കാണെങ്കിലും ആംബുലൻസ് ആണെങ്കിലും ഫയർഫോഴ്സിലേക്കാണെങ്കിലും. ഈ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം, അതായത് ERSSലേക്ക് നമുക്ക് വോയിസ് കോൾ, SMS, ഇമെയിൽ, ERSS വെബ്സൈറ്റ്, അതും അല്ലെങ്കിൽ നമ്മുടെ ഫോണിലുള്ള പാനിക് ബട്ടൺ വഴി ഈ നമ്മുടെ എമർജൻസി സിറ്റുവേഷൻസ് അവരെ അറിയിക്കാൻ സാധിക്കും. ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഫോണിൽ നിന്ന് ഡയറക്റ്റായിട്ട് 112ലേക്ക് വിളിക്കുകയാണെങ്കിൽ ആദ്യം ഈ ഒരു ERSSലേക്ക് കണക്റ്റ് ആവും. പിന്നെ ഇത് മാത്രമല്ല, ഇവരുടെ തന്നെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. സോ അതിലൂടെ തന്നെ നമുക്ക് ഈ ഒരു എമർജൻസി ഹെൽപ്പും റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു മൊബൈൽ ആപ്പ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് നമ്മളെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻഫർമേഷൻസ് ഏറ്റവും അടുത്തുള്ള ഹെൽപ്പ് ലൈനിലേക്ക് അവർ എത്തിക്കുകയും ചെയ്യും. അതുവഴി എളുപ്പത്തിൽ തന്നെ അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്കും ഇനി എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ മതി. നമ്പർ ആരും മറക്കണ്ട, 112. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നും ചെയ്യുന്ന പോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. സോ നമുക്ക് നെക്സ്റ്റ് ടൈം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഈസ് മീ ഷോണ. ബൈ.